ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചുകൊണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വനിതാ പ്രീമിയർ ലീഗിന്റെ ഈ സീസണിലെ കിരീടമുയർത്തി. രണ്ടാമത്തെ തവണയാണ് RCB കപ്പ് സ്വന്തമാക്കുന്നത്. അതേസമയം ഡൽഹി ക്യാപിറ്റൽസ് ആകട്ടെ തുടർച്ചയായ 4ാമത്തെ തവണയും ഫൈനലിൽ കാലിടറി വീഴുകയും ചെയ്തു. റെക്കോർഡ് റണ്ണാണ് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി അടിച്ചെടുത്തത്. 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ്. അതോടെ അവർ വിജയം മണത്തതാണെങ്കിലും മറുവശത്ത് സ്മൃതി മന്ദാനയും ജോർജിയ വോളും ചേർന്നുള്ള കൂട്ടുകെട്ട് അവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്തത്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയവരെല്ലാം മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. ലിസൽ എല്ലി 30 പന്തിൽ 37, ഷഫാലി വർമ്മ 13 പന്തിൽ 20, വോൾവാട്ട് 25 പന്തിൽ 44, ജമീമ 37 പന്തിൽ 57, ചിന്നല്ലെ ഹെൻറി 15 പന്തിൽ 35 എന്നിങ്ങനെയായിരുന്നു അവരുടെ സ്കോറുകൾ. സയാലിയും അരുന്ധതി റെഡ്ഡിയും നദ ഡി ക്ലർക്കും RCBക്ക് വേണ്ടി ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അവരുടെ സ്റ്റാർ ബൗളർ ലോറൻ ബെല്ല് വിക്കറ്റുകളൊന്നും വീഴ്ത്താനായില്ലെങ്കിലും 4 ഓവറിൽ 19 റൺസ് മാത്രമാണ് വഴങ്ങിയത്. റെക്കോർഡ് റൺ ചേസ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സ്മൃതി മന്ദാനയും കൂട്ടരും ഇറങ്ങിയത്. എന്നാൽ അവർക്ക് ആദ്യം തന്നെ തിരിച്ചടിയേറ്റു. ഗ്രീസ് ഹാരിസ് 9 റണ്ണോടെ മടങ്ങിയെങ്കിലും സ്മൃതി മന്ദാനയും ജോർജിയ വോളും ചേർന്ന ഒരു വമ്പൻ പാർട്ണർഷിപ്പാണ് ഉണ്ടാക്കിയെടുത്തത്. ജോർജിയ വോൾ 54 പന്തിൽ 79 റൺസോടെ മടങ്ങിയെങ്കിലും ഫൈനലിലെ ഏറ്റവും മികച്ച സ്കോർ എന്ന നേട്ടവുമായിട്ടാണ് സ്മൃതി മന്ദാന മടങ്ങിയത്. 41 പന്തിൽ 3 സിക്സിന്റെയും 12 ഫോറിന്റെയും സഹായത്തോടെ 87 റൺസാണ് സ്മൃതി അടിച്ചെടുത്തത്. എന്നാൽ അവസാനം RCBയുടെ 1-2 വിക്കറ്റുകൾ വീണെങ്കിലും രാധ യാദവ് 5 പന്തിൽ 12 റൺസോടെ അവരെ വിജയത്തിലേക്ക് നയിച്ചു. അവസാന ഓവറിൽ വേണ്ടിയിരുന്ന 10 റൺസ് അവസാന 2 ബോളിലും 4 അടിച്ചുകൊണ്ടാണ് രാധ യാദവ് നേടിയെടുത്തത്. 19.4 ഓവറിൽ 204 റൺസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ RCB അടിച്ചെടുത്തു. രണ്ടാമത്തെ കപ്പ് അവർ സ്വന്തമാക്കി. വീണ്ടും ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിന്റെ വിധി.